ഹലോ എവരിവൺ, എൻട്രി ലെവൽ കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്? റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അതിൽ രണ്ട് തരത്തിലുള്ള റൂൾസ് ഉണ്ടാവും. നമുക്ക് അക്കൗണ്ട്സിന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രഡീഷണൽ റൂളും ഉണ്ട്, ഒന്ന് മോഡേൺ റൂളും ഉണ്ട്. അതിൽ ട്രഡീഷണൽ റൂൾ എന്താണ് എന്ന് നമ്മളിന്ന് നോക്കുന്നില്ല, നമ്മൾ മോഡേൺ റൂൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് ഏതൊരു എൻട്രി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ജേണൽ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്കതിൽ എങ്ങനെയാണ് അക്കൗണ്ട്സിൻ്റെ ടൈം വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കി വെക്കണം. അത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്ന സമയത്ത് നമുക്കൊരു എല്ലാ അക്കൗണ്ടിങ് ടേംസിലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. എല്ലാത്തിനെയും കൂടെ നമ്മൾ 5 ഹെഡ്സിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ആ 5 ഹെഡ്സ് എന്ന് പറയുന്നത് ഒന്ന് അസറ്റ്, പിന്നൊന്ന് ലൈബിലിറ്റി, പിന്നൊന്ന് ഇൻകം, പിന്നൊന്ന് എക്സ്പെൻസ്, പിന്നെ ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള 5 ടേംസ് ആണ് നമുക്ക് വരുന്നത്. ഈ 5 ഹെഡ്സിൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും വരുള്ളൂ. അതിലിപ്പം അസറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ബാധ്യതയാണ്, പക്ഷേ അതിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇൻകത്തിൻ്റെ കാര്യം. ലൈബിലിറ്റി എന്ത് തന്നെ ചെയ്തോ അതേ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇൻകത്തിൻ്റെ കാര്യത്തിലും വരുന്നത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ അസറ്റ് എന്താണോ ചെയ്തത് സെയിം എഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് എക്സ്പെൻസിൻ്റെ കാര്യത്തിലും വരിക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നീട് വരുന്നത് ക്യാപിറ്റൽ എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ലൈബിലിറ്റീസ്, ഇൻകം. ലൈബിലിറ്റി ഇൻകത്തിൻ്റെയും സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ക്യാപിറ്റലിലും വരുന്നത്. കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സെയിം എഫക്റ്റ് വരുന്നത്. ലൈബിലിറ്റിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയല്ലേ അപ്പോൾ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും വരാൻ പാടുള്ളൂ. ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇത്രയായിരിക്കും നമുക്ക് മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസിങ് അസറ്റ് എക്സ്പെൻസ് ഇസിക്കൽ ടു ഡെബിറ്റ് എന്നും അതേപോലെ തന്നെ ഇൻക്രീസിങ് ലൈബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് എന്നും നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.